റീസെന്റ്ലി വാർത്താ മാധ്യമങ്ങളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇതേപ്പറ്റി നിങ്ങൾ ഇനിയും കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ പറയാം. ചൈനയുടെ PL-15 മിസൈലിനെ ഇന്ത്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയാണ്. അതെ, നമുക്കിവിടെ കാണാം DRDO സ്റ്റഡീസ് ചൈനീസ് PL-15 മിസൈൽ ടു ഇന്റഗ്രേറ്റ് കീ ടെക്നോളജീസ് ഇൻടു അസ്ത്ര മിസൈൽ. ഇന്ത്യയുടെ അസ്ത്ര മിസൈലിലേക്ക് ചൈനയുടെ PL-15 മിസൈലിലെ ഏതൊക്കെ ടെക്നോളജികൾ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന പഠനം നടത്തുകയാണ് DRDO ഇപ്പോൾ. PL-15 അതെ, ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച അതേ മിസൈൽ തന്നെ. ഓപ്പറേഷൻ സിന്ദൂറിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ നിരവധി മിസൈലുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി അയച്ചിരുന്നു. ഭൂരിഭാഗവും അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ തന്നെ ഇന്ത്യൻ സേന അതിനെ വെടിവെച്ചിട്ടു. എന്നാൽ ഈ കൂട്ടത്തിൽ ചില മിസൈലുകൾ പാളിപ്പോയി ഒന്ന് പൊട്ടിത്തെറിക്കുക പോലും ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇൻടാക്ട് ആയി ഇന്ത്യൻ മണ്ണിൽ പതിക്കുകയും ചെയ്തിരുന്നു. അതിലൊന്നാണ് ചൈനീസ് നിർമ്മിതമായ ഈ PL-15 മിസൈൽ. ഇപ്പോൾ ഈ മിസൈലുകളെയാണ് DRDO പഠനവിധേയമാക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ Chinese PL-15 missile misfired by Pakistan could give India's Astra missile an unexpected edge. ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നേക്കാവുന്ന രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഇത്തരത്തിൽ പാകിസ്ഥാൻ മിസ്ഫയർ ചെയ്ത് ചീറ്റിപ്പോയി താഴെ വീണ ഒരു മിസൈലിനെ എന്താണ് നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുവാൻ സാധിക്കുമോ എന്നതാണ്. രണ്ടാമതായി, ചരിത്രപരമായി ഏതെങ്കിലും രാജ്യങ്ങൾ ഇത്തരത്തിൽ ശത്രു രാജ്യങ്ങളുടെ മിലിറ്ററി ടെക്നോളജിയെ ഇത്തരത്തിൽ മറ്റും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ്. കൂടാതെ നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അബദ്ധവശാൽ ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് മിസ്ഫയർ ചെയ്തിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ടെക്നോളജിയെ അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തെടുക്കുമെന്നൊരു പ്രസ്താവന പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിരുന്നു. എന്താണ് അവർക്കതിന് സാധിച്ചുവോ? നമുക്ക് ചർച്ച ചെയ്യാം. ഹിസ്റ്റോറിക്കലി രാജ്യങ്ങൾ ആദ്യമായി ശത്രു രാജ്യങ്ങളുടെ മിലിറ്ററി ടെക്നോളജിയെ എങ്ങനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുവാൻ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. മോഡേൺ വാർഫെയറിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ആദ്യത്തെ ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1958 USSR, അതായത് ഇന്നത്തെ റഷ്യ, ഒരു അമേരിക്കൻ മിസൈലിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതിലൂടെയാണ്. സംഭവം നടക്കുന്നത് 1958 ചൈനീസ് സിവിൽ വാറിന് ശേഷം തായ്വാനെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് ഇപ്പോഴത്തെ ചൈന, തായ്വാന്റെ നിരവധി ദ്വീപുകളെ കീഴടക്കുകയും അവരുടെ മിലിറ്ററിയെ ഡിപ്ലോയ് ചെയ്യുവാനും ആരംഭിച്ച സമയം. തായ്വാന്റെ രക്ഷയ്ക്കായി ഈ സമയം US എയർഫോഴ്സ് എത്തുകയും ചൈനയ്ക്ക് മേൽ നിരവധി മിസൈലുകൾ വർഷിക്കുകയും ചെയ്തു. US എയർഫോഴ്സിന്റെ കനത്ത പ്രഹരം മൂലം ചൈനീസ് മിലിറ്ററി അവിടെ നിന്നും പിൻവാങ്ങുവാൻ നിർബന്ധിതരായി. തായ്വാൻ സ്ട്രൈറ്റ് ക്രൈസിസ് എന്നറിയപ്പെടുന്ന ഈ കോൺഫ്ലിക്റ്റിൽ വളരെ രസകരമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചത് എന്തെന്നാൽ, അമേരിക്കൻ എയർഫോഴ്സ് അന്ന് ചൈനയെ ആക്രമിക്കുവാനായി ഉപയോഗിച്ചത് അവരുടെ അക്കാലത്തെ F-15 ഈഗിൾ എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിരുന്ന AM-9 സൈഡ് വൈൻഡർ ആൻഡ് AM-9 സ്പാറോ എന്നീ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ചൈനീസ് ഫൈറ്റർ ജെറ്റുകളിൽ ഈ മിസൈലുകൾ നിരവധി നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ചൈനീസ് എയർക്രാഫ്റ്റിനെ ലക്ഷ്യമാക്കി പോയ ഈ മിസൈൽ അതിലൊരു എയർക്രാഫ്റ്റിന്റെ എയർ ഫ്രെയിമിൽ തുളച്ചു കയറി. എന്നാലും പൊട്ടിത്തെറിക്കാതെ അത് അവിടെ തന്നെ അങ്ങനെ തറച്ചു നിന്നു. പൈലറ്റ് എങ്ങനെയൊക്കെയോ ആ എയർക്രാഫ്റ്റിനെ ലാൻഡ് ചെയ്യിക്കുകയും പെർഫെക്റ്റ് കണ്ടീഷനിൽ അവർക്കൊരു അമേരിക്കൻ മിസൈൽ കിട്ടുകയും ചെയ്തു. ആ സമയത്ത് ചൈനയ്ക്ക് ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തവുമില്ലായിരുന്നു. ഇതേപ്പറ്റി പഠിക്കുവാൻ വേണ്ട ടെക്നോളജിയൊന്നും അന്ന് ചൈനയുടെ കയ്യിലില്ല. അതിനാൽ ചൈന ഈ മിസൈലിനെ അതുപോലെ തന്നെ റഷ്യക്ക് നൽകി. റഷ്യൻ സയന്റിസ്റ്റ് അതിനെ വിശദമായി പഠിക്കുകയും പിന്നീട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അതിന്റെ പല മിസൈൽ വേരിയന്റുകൾ നിർമ്മിക്കുകയും ചെയ്തു. അതിലൊന്നാണ് ലോകപ്രശസ്തമായ റഷ്യയുടെ ദ വേൾഡ് ഫേമസ് K-13 മിസൈൽ. ഈ മിസൈലിനെ പിന്നീട് ഫലപ്രദമായി ചൈനയും വിയറ്റ്നാമും ഒക്കെ USA-ക്കെതിരെ ഉപയോഗിച്ചതായി നമുക്ക് കാണാം. ഈ കാര്യത്തിൽ US പിന്നീട് അങ്ങേയറ്റം റിഗ്രറ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഈ മിസൈൽ ശത്രുക്കളുടെ കയ്യിൽ അന്ന് അകപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ചൈനയും റഷ്യയും ഒക്കെ അത്തരത്തിലൊരു മിസൈൽ നിർമ്മിക്കുവാൻ ഒരുപക്ഷെ ഒരു 10-15 വർഷമെങ്കിലും കൂടി ഇനിയും എടുത്തേനെ. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാൽ നടക്കുന്നത് ശത്രുരാജ്യങ്ങളുടെ മിസൈലുകളിൽ മാത്രമാണ് എന്ന് കരുതരുത്. മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇറാനിൽ നിന്നാണ്. അതും ഈയടുത്ത് 2011 US തങ്ങളുടെ ഒരു സ്റ്റെൽത്ത് ഡ്രോൺ RQ-170 ഇറാന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടി പറത്തുകയായിരുന്നു. എങ്ങനെയൊക്കെ ഇതിനെ ഇറാൻ കണ്ടെത്തുകയും അതിനെ വളരെ വിദഗ്ധമായി ഹാക്ക് ചെയ്ത് വലിയ നാശനഷ്ടങ്ങളൊന്നും കൂടാതെ ഈ ഡ്രോൺ ഇറാൻ തങ്ങളുടെ കൈക്കലാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഇറാനിയൻ എഞ്ചിനീയർമാർ ഒരു പ്രസ്താവന പുറത്തുവിട്ടു. ഈ ഡ്രോണിനെ RQ-170 റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയെന്ന്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എക്സാക്ട്ലി അതിന്റെ ഒരു കോപ്പി തന്നെ നിർമ്മിക്കണമെന്നില്ല. പലപ്പോഴും ആവശ്യമായ ടെക്നോളജികളെ പുറത്തെടുത്ത് അതിന്റെ പുതിയൊരു വേർഷൻ നിർമ്മിക്കും. അത് തന്നെയാണ് ഇറാനും ചെയ്തത്. US ടെക്നോളജിയെ എക്സ്ട്രാക്ട് ചെയ്ത് ഇറാൻ തങ്ങളുടെ ഒരു ഇറാനിയൻ കോപ്പി അവിടെ നിർമ്മിച്ചു. ഈ സംഭവം എന്നാൽ നാം ചിന്തിക്കുന്നതിലുമൊക്കെ വളരെ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് ആയിരുന്നു. വിക്കിപീഡിയയിൽ നമുക്ക് കാണാം ഈ ഇൻസിഡന്റിനെ വിവരിക്കുന്ന ഒരു പേജ് തന്നെയുണ്ട്. US ഇറാൻ RQ-170 ഇൻസിഡന്റ്. അമേരിക്ക ഇക്കാര്യത്തിൽ അങ്ങേയറ്റം നിരാശരായിരുന്നു. കാരണം നമുക്കിവിടെ കാണാം, ഇറാൻ
നിർമ്മിച്ച US ഡ്രോണിന്റെ ഇറാനിയൻ വേർഷൻ ഷഹീദ് 171 ഡ്രോൺസ് ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെയുണ്ട്. ഇത്തരത്തിൽ വേറെയും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം സാധാരണ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് അമേരിക്കൻ ടെക്നോളജിയെ മറ്റു രാജ്യങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു എന്നതാണ്. കാരണം ഒബ്വിയസ്ലി അമേരിക്ക ടെക്നോളജിക്കലി മറ്റു രാജ്യങ്ങളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നത് തന്നെയാണ്. കൂടാതെ മറ്റൊരു കാര്യം, വലിയ നാശനഷ്ടങ്ങളൊന്നും കൂടാതെ ഇത്തരത്തിൽ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോൺ എല്ലാം ലഭിക്കുമ്പോഴാണ് അവർക്കതിനെ ഫലപ്രദമായി റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുവാൻ സാധിക്കുന്നത് എന്നും നമുക്ക് കാണാം. ഇവിടെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഫയർ ചെയ്ത ബ്രഹ്മോസിന്റെ കാര്യമെടുത്താൽ ആദ്യമായി അതിപ്പോൾ ഏകദേശം 4 വർഷമായി ആ സംഭവം നടന്നിട്ട്. അബദ്ധവശാൽ ഇന്ത്യ ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് മിസ്ഫയർ ചെയ്യുകയായിരുന്നു. പാകിസ്ഥാനിലെ ആൾതാമസമില്ലാത്ത പ്രദേശത്ത് ഇത് പതിക്കുകയും അതവിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതിനുശേഷം പാകിസ്ഥാൻ ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത്തരത്തിൽ പൂർണ്ണമായും പൊട്ടിത്തെറിച്ച ഒരു മിസൈലിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുക എന്നത് ഏകദേശം ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഏകദേശം 4 വർഷം കഴിയുന്നു. ആ വിഷയത്തിൽ യാതൊരു ഡെവലപ്മെന്റ്സും നമുക്ക് ഇതുവരെ കാണുവാൻ സാധിക്കുന്നില്ല. ഏകദേശം അക്കാര്യത്തിൽ പാകിസ്ഥാൻ അൺസക്സസ്ഫുൾ ആണ്. ബ്രഹ്മോസ് മിസൈലിനെ ഇതുവരെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുവാൻ പാകിസ്ഥാന് ആയില്ല എന്ന് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനയുടെ PL-15 മിസൈലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യമായി ഇതൊരു എയർ ടു എയർ മിസൈലാണ്. ഇതിന്റെ 2 വേരിയന്റ് ആണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ചൈന തങ്ങളുടെ കയ്യിൽ വെക്കുന്ന PL-50 വേരിയന്റ്, രണ്ടാമത് ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന PL-15E വേരിയന്റ്. ഈ എന്ന അക്ഷരം ഇവിടെ സൂചിപ്പിക്കുന്നത് E ഫോർ എക്സ്പോർട്ട്. ഇത് അവരുടെ എക്സ്പോർട്ട് വേരിയന്റ് ആണ് എന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൈന ഇത് പാകിസ്ഥാന് നൽകുകയും പാകിസ്ഥാൻ തങ്ങളുടെ JF-17 തണ്ടർ വിമാനങ്ങളിൽ ഈ മിസൈൽ ഉപയോഗിക്കുകയും ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ അയച്ച ഈ മിസൈൽ പാളിപ്പോയി തീർത്തും ഇൻടാക്ട് ആകാതെ ഇന്ത്യൻ മണ്ണിൽ പതിക്കുകയാണ് ഉണ്ടായത്. DRDO ഇപ്പോൾ ഇതിനെപ്പറ്റി വിശദമായി പഠിക്കുകയാണ്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രകാരം തീർച്ചയായും ഇന്ത്യ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ടെക്നോളജി വേർതിരിച്ചെടുക്കും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലും മേഡ് ഇൻ ഇന്ത്യ എയർ ടു എയർ മിസൈൽ ഉണ്ട്, അസ്ത്ര മിസൈൽ. എന്നാൽ PL-15 ഈ മിസൈലിൽ എന്ത് ടെക്നോളജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളുടെ മിസൈലിനെ ആ ടെക്നോളജികളെ കൂടി സംയോജിപ്പിച്ച് അല്പം കൂടി ഇംപ്രൂവ് ചെയ്യുവാൻ സാധിച്ചേക്കും. ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ PL-15 ഈ മിസൈലിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയെന്നാൽ, ഒന്നാമതായി ഇതിലൊരു മിനിയേച്ചർ ആക്റ്റീവ് ഇലക്ട്രിക് സ്കാൻ അറേ AESA റഡാർ, അതായത് നമ്മളുടെ അസ്ത്ര മിസൈലിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു റഡാർ ഉണ്ടെന്നതാണ്. കൂടാതെ തുടർച്ചയായി വേണമെങ്കിൽ 5 മാക് സ്പീഡ് വരെ താണ്ടാൻ സാധിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് പ്രൊപ്പല്ലർ ആണ് ഇതിലുള്ളത്. മാക് എന്നാൽ ശബ്ദത്തിന്റെ വേഗതയെ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഒപ്പം തന്നെ ഇതിന് നിരവധി ആന്റി ജാമിംഗ് കേപ്പബിലിറ്റീസും ഉണ്ട്. ഇത്തരത്തിൽ ഈ മിസൈലിനെ ഡീറ്റെയിൽ ആയി അനാലിസിസ് ചെയ്യുന്നതോടെ, അഥവാ നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി ഒന്നും ഇതിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു മിസൈലിനെ എങ്ങനെ തടുക്കാം, ഈ മിസൈലിനെ കൗണ്ടർ ചെയ്യുവാനുള്ള ടെക്നോളജീസ് നമുക്ക് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇനി നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അസ്ത്ര മാർക്ക് 2 മിസൈലുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ അസ്ത്ര മിസൈലിന്റെ റേഞ്ച് ഏകദേശം 130 മുതൽ 160 കിലോമീറ്റർ വരെയാണ്. അതേസമയം PL-15Eയുടെ റേഞ്ച് 145 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ സീക്കറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആക്റ്റീവ് റഡാർ AESA സീക്കർ ആണ് PL-15E ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇൻഡിജിനസ് ആയ AESA റഡാർ ആണ് ഉപയോഗിക്കുന്നത്. പ്രൊപ്പൽഷൻ രണ്ടിന്റെയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സ്പീഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ PL-15 ആണ് അല്പം മുമ്പിൽ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രൊപ്പല്ലറിനെ പറ്റി വിശദമായി പഠിക്കുകയും അതിന്റെ ടെക്നോളജികൾ അസ്ത്ര മാർക്ക് 2 മിസൈലിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ അസ്ത്രയുടെ സ്പീഡ് ഇനി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചേക്കും. ഇത്തരത്തിലെല്ലാം ഇതിനെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഇതിനെ പാകിസ്ഥാന്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചൈന തീർച്ചയായും ഈ വിഷയത്തിൽ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നിലവിൽ ഇതുവരെ ചൈനീസ് വൃത്തങ്ങളൊന്നും ഇതിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല എങ്കിലും വേണമെങ്കിൽ ഇത് ഞങ്ങളുടെ എക്സ്പോർട്ട് വേരിയന്റ് ആണ്, ഒറിജിനൽ വേരിയന്റിലാണ് യഥാർത്ഥ ടെക്നോളജികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ ചൈന മുന്നോട്ട് വന്നേക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം ഇനിയൊരു പുതിയ വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.